told you, don't without him. These ain't right, who's wrong again? We've been taught. നീ വന്നോ? ഇന്ന് നേരത്തെ ആണല്ലോ. എന്തായാലും നന്നായി. നമുക്കിവിടെ ഇച്ചിരി വിരുന്നുകാരുണ്ട്. എളുപ്പം പോയി ഫ്രഷ് ആയിട്ടോ, അവരിപ്പോ വരും. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, എളുപ്പം പോയി ഫ്രഷ് ആയിട്ടോ. ആ എല്ലാരും വന്നോ? ഇരിക്കെ. അല്ല ആ അവള് ഫ്രഷ് ആവാൻ പോയേക്കാം, അവള് വരും. നിങ്ങൾ ഇരിക്കെ. ആ എന്തായാലും തേ വരട്ടെ, അപ്പഴത്തേക്ക് നമുക്ക് തമ്മിൽ പരിചയപ്പെടാം. ഞാൻ ജങ്കുക്കിന്റെ അമ്മയാണ്, ഇത് ജങ്കുക്കിന്റെ അച്ഛൻ. പിന്നെ ഞങ്ങൾക്ക് ആകപ്പാടുള്ള ഒരു മകനാണ് ജങ്കുക്ക്. പിന്നെ ഈ മാരേജിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പിന്നെ ഞങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മാരേജ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ സമ്മതിക്കുന്നു. ഞാൻ തേയുടെ അച്ഛനാണ്. തേയ ശരിക്കും എൻ്റെ മകളല്ല, ഞാൻ അവളുടെ സ്റ്റെപ്പ് ഫാദറാണ്. അപ്പോ ലേയ ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? അവളുടെ സമ്മതം ഇവിടെ ആരും നോക്കത്തില്ല. ഈ കല്യാണം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവൾക്കും സമ്മതം തന്നെയാണ്. ഞങ്ങൾക്ക് സമ്മതമാണ്. പിന്നെ ഞങ്ങൾ പറയുന്നത് മാത്രമേ ജങ്കുക്ക് കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജങ്കുക്കിൽ നിന്ന് ഒരു എതിർ പ്രതീക്ഷിക്കണ്ട. ഇനി തേയെ കണ്ടാൽ നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കായിരുന്നു. പിന്നെ ഡേറ്റ് ഒക്കെ നമുക്ക് പിന്നെ ആലോചിച്ചാ പോരെ? ഞങ്ങളെല്ലാം വീട്ടിൽ ചെന്നിട്ട് അറിയിക്കാം. എന്നാ ഞാൻ തേയെ വിളിക്കാം. തേയ, അല്പം നിമിഷക്കകം തേ വരുന്നു. ഹലോ. അപ്പോ ഇതാണല്ലേ തേയ? നല്ല രസാട്ടോ കുട്ടീനെ കാണാൻ. മോളിപ്പോ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഓ എന്നാ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഞങ്ങളുടെ അഭിപ്രായം ഇത് എത്രയും പെട്ടെന്ന് നടക്കുന്നു അത്രയും നല്ലതെന്നാ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡേറ്റ് മറ്റന്നാളത്തേക്ക് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാ മറ്റന്നാളത്തേക്ക് ഫിക്സ്. നിങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളൂ. അത് നിന്റെ കല്യാണം. എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഇനി മറ്റന്നാളാ കല്യാണം എന്നൊക്കെ അറിയാലോ. എന്താന്ന് വെച്ചാൽ ഒരുക്കങ്ങളൊക്കെ പോയി ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയുടെ അപ്പ അകത്തേക്ക് പോകുന്നു. തേയുടെ റൂമിലേക്കും പോകുന്നു. തേയ നാളത്തെ കാര്യങ്ങൾ ഓർത്ത് റോഡിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തേയുടെ ഫ്രണ്ടിൽ ഒരു കാർ കൊണ്ട് നിർത്തുന്നു. എന്താ ഉദ്ദേശം? ഒന്നും അറിയില്ല. എന്തിനീ കല്യാണത്തിൽ സമ്മതിച്ച്? ഭ്രാന്താണോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആൾ പോകുന്നു. इश्क में तेरे कितना बेताब मैं, आंखों से आंखें मिला के चुरा लूं तेरे ख्वाब में. कैसे कहूँ इश्क में तेरे कितना बेताब ആ ഇത് എൻ്റെ റൂമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റൂമാണ് എൻ്റെ റൂം. ആ പിന്നെ ഇവിടെ നിൽക്കുന്നതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ഒന്ന്, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ റൂമിലേക്ക് കയറി വരരുത്. എൻ്റെ കാര്യത്തെക്കുറിച്ച് കെയർ ചെയ്യേണ്ട ഒരാവശ്യവും തനിക്കില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിൽ സ്ട്രേഞ്ചേഴ്സ് ആണ്, ബട്ട് പുറത്ത് മാരീഡ് കപ്പിൾസ് ആണ്. പിന്നെ
നാളെ തൊട്ട് താൻ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി. യൂണിഫോം ഒക്കെ റൂമിലുണ്ട്. അപ്പം നാളെ തൊട്ട് ഓഫീസിൽ നമ്മൾ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ജങ്കുക്ക് തേയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും വിചാരിക്കണ്ട. ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പുറത്തിറങ്ങിയാൽ മാരിഡ് കപ്പിളാണ്. അതുകൊണ്ട് മാത്രം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജങ്കുക്ക് ഓഫീസിന്റെ അകത്ത് നടക്കുവാൻ തുടങ്ങുന്നു. ഓഫീസിലേക്ക് കയറുന്ന വഴി മുഴുവൻ ജങ്കുക്കിനെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുകയും കൺഗ്രാജുലേഷൻസ് പറയുകയും ചെയ്തു. ക്യാബിൻ എത്തിയ ഉടനെ ജങ്കുക്ക് പറഞ്ഞു, ഇത് എൻ്റെ ക്യാബിനാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ക്യാബിനാണ് തേയുടെ. ഇപ്പൊ പോയിക്കോ, ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. തേയ അങ്ങനെ തേയുടെ ക്യാബിനിലേക്ക് പോകുന്നു. അവിടെ ചെന്നിരുന്നുടനെ തേയ്ക്ക് ഒരു കോൾ വരുന്നു. തേയ ലാൻഡ് ഫോൺ എടുക്കുന്നു. ഹലോ തേയ, എന്റെ ക്യാബിനിലോട്ട് വാ. തേയ ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. May I come in? യെസ്, കം ഇൻ. എന്താ സർവീസ്? ഇത് കഴിഞ്ഞ 7 മാസം ചെക്ക് ചെയ്യാത്ത ഫയൽസ് ആണ്. ഈ ഫയൽസ് ഇന്ന് 4 മണിക്ക് മുമ്പ് എനിക്ക് കിട്ടിയിരിക്കണം. ഇത്രയും ഫയൽസോ 4 മണിക്ക് മുമ്പ്? എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാ പോ. അങ്ങനെ തേയ ജങ്കുക്കിന്റെ ക്യാബിനിൽ നിന്ന് തന്റെ ക്യാബിനിലേക്ക് പോകുന്നു. ഒരുപാട് നേരം ജോലി ചെയ്ത് സമയം പോയതറിഞ്ഞില്ല. ഇത്രയും സമയമായോ? ഇത്ര നേരോടല്ലേ ഉള്ളൂ. അയാൾക്ക് എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം? ഓ, എനിക്ക് വയ്യ. എന്തായാലും ഒരു കോഫി കുടിച്ചാൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ കോഫി കുടിക്കാൻ വേണ്ടി പോകുന്നു. കോഫി മെഷീന്റെ അടുത്ത് നിന്ന് കോഫി എടുത്തുകൊണ്ടിരിക്കുന്ന നേരം, ഹേയ്, ഓ എന്നെ മിസ് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ എങ്ങനെ ഇത്രയും വേഗം? എനിക്ക് മറവി രോഗമൊന്നുമില്ല, എളുപ്പം മറക്കാൻ വേണ്ടി. ഓ അങ്ങനെ. അപ്പോ മെമ്മറീസ് ഒക്കെ ഇപ്പൊ ഓർമ്മയിലുണ്ടോ? ജാക്സൺ, എന്റെ കല്യാണം കഴിഞ്ഞതാ. മൈൻഡ് ഇറ്റ്. കല്യാണം കഴിഞ്ഞാന്നെന്നാലും പറയില്ലല്ലോ. സ്റ്റിൽ യുവർ റിയലി ഹോട്ട്. ജാക്സൺ, സ്റ്റോപ്പ് ഇറ്റ്. ഓ, നമ്മൾ റിലേഷൻ ആയിരുന്നപ്പോ നീ ഇത്രയും ഭംഗിയല്ലായിരുന്നല്ലോ. എന്ത് പറ്റി? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജാക്സൺ തേയുടെ അടുത്തേക്ക് നടക്കുവാൻ തുടങ്ങുന്നു. ജാക്സൺ, അടുത്തേക്ക് വരരുത്. ജാക്സൺ, പ്ലീസ്. തേ ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ച് ജാക്സൺ പറഞ്ഞു, ഐ എം റിയലി സോറി തേയ. അന്ന് ഞാൻ മറപ്പൂർവ്വം അല്ലായിരുന്നു. ബട്ട് നൗ ഐ റിയലി ലവ് യു തേയ. അണ്ടർസ്റ്റാൻഡ് മീ. ജാക്സൺ, ഞാൻ പറഞ്ഞു. തേയ, എനിക്കറിയാം ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്. എന്തിനാ വെറുതെ? ജസ്റ്റ് ലവ് മീ ബാക്ക് തേയ. ജാക്സൺ, നിർത്ത്. അങ്ങോട്ട് മാറി നിൽക്ക്. ഐ എം റിയലി സോറി. നിനക്കറിയില്ലേ, നിന്നെ കാണുമ്പോ എനിക്ക് എൻ്റെ എല്ലാം കൺട്രോളും പോകുന്നു. ജാക്സൺ, എന്നെ വിട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയുടെ എല്ലാം ശക്തി ഉപയോഗിച്ച് ജാക്സനെ തള്ളാൻ നോക്കി. പക്ഷെ ഒരു പൊടി പോലും ജാക്സൺ മാറിയില്ല. അങ്ങനെ ജാക്സൺ തേയുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്ന് നിന്ന് കഴുത്തിലേക്ക് ഒരു കിസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ, എന്താ ഇവിടെ ജാക്സൺ? വർക്കൊന്നുമില്ലേ? ഉണ്ട് സാർ. എന്നാ പോയി ചെയ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജാക്സന്റെ ക്യാബിനിലേക്ക് പോകുന്നു. ജങ്കുക്ക് തേയുടെ കൈ വലിച്ചുകൊണ്ട് ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് തേയെ കൊണ്ടുപോകുന്നു. ജങ്കുക്ക്, എന്റെ കൈ വിട്, എല്ലാരും നോക്കുന്നു. ക്യാബിനിലെത്തിയപ്പോൾ ജങ്കുക്ക്
തേയെ ഒരു വാളിലേക്ക് പിൻ ചെയ്തിട്ട് ചോദിച്ചു. എന്താ അവിടെ നടന്നത്? ഞാൻ പറഞ്ഞതല്ലേ. എങ്ങനെയല്ല? ആരെങ്കിലും കണ്ടായിരുന്നെങ്കിലോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്പം നിമിഷം കഴിഞ്ഞ് ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. പൊക്കോ. അങ്ങനെ തേയുടെ ക്യാബിനിലായിട്ട് പോകുന്നു. അയ്യേ, ഞാൻ എന്തിപ്പോ ചെയ്തേ? അയ്യേ, എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണാം? എനിക്കെന്തിനാ അങ്ങനെ പൊസസീവ് അടിച്ചേ? അയ്യേ, ഞാൻ എന്തിനാ കിസ് ചെയ്തേ? അയ്യേ, നാണക്കേട്. അയ്യോ, എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണാം അവള്? കണ്ടില്ലായിരിക്കുമല്ലേ? അയ്യേ, എനിക്ക് വയ്യ. അയ്യോ, ഇനിയിപ്പോ ഈ ഫയല് കൊണ്ട് കൊടുക്കണമല്ലോ. അയ്യോ, എനിക്ക് വയ്യ. ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ ജങ്കുക്കിന്റെ ക്യാമ്പനിലേക്ക് പോകുന്നു. സാർ, മേ ഐ കം ഇൻ? Come in. സാർ, ഫയൽ. ഇവിടെ വെച്ചേക്ക്. ഓക്കേ സാർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ പോകുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ തേയ്ക്ക് ഒരു കോൾ വന്നു. ഹലോ. തേയാ, എളുപ്പം നിന്റെ ക്യാമ്പിലോട്ട് പോവാം. എല്ലാം പാക്ക് ചെയ്തോണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൾ വെക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയുടനെ അവർ രണ്ടുപേരും ഡിന്നർ കഴിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നു ഉറങ്ങാൻ വേണ്ടി. രാത്രി നല്ല മഴയും നല്ല ഇടിവെട്ടും നല്ല മിന്നലും ഉണ്ടായിരുന്നു. ഇടിയും മിന്നലും പേടിയായ തേയ ഉറങ്ങാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയായിരുന്നു. ഓ, ഞാനിപ്പോ എന്തോ എടുക്കും? എനിക്ക് പേടിയല്ലേ? എനിക്ക് വയ്യ. ഞാനിപ്പോ എന്താ എടുക്ക? സാധാരണ ഇടിയും മിന്നലും വെട്ടുമ്പോ ഞാൻ അപ്പാടെ റൂമിൽ പോയല്ലേ ഇരിക്ക. കൂടാരെങ്കിലും ഒന്ന് ഇരുന്നാലെങ്കിലും മതിയായിരുന്നു. എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ ഒരു കാര്യം ആലോചിച്ചു. ഇനി ജങ്കുക്കിന്റെ റൂമിൽ പോയിരുന്ന പലതും പറയായിരിക്കും. എനിക്ക് പേടിയാ. ഒന്ന് കൊട്ടി നോക്കിയാലോ? അങ്ങനെ തേയ ജങ്കുക്കിന്റെ റൂമിലോട്ട് ചെല്ലുന്നു. തിരിച്ച് മറുപടി കിട്ടാതായപ്പോൾ തേയ റൂമിലേക്ക് കയറുന്നു. കയറിയ ഉടനെ ജങ്കുക്ക് ഉറങ്ങുന്നത് തേയ കണ്ടു. ഓ, ഉറങ്ങുവാണോ? ഞാൻ ആ കൗച്ചിൽ പോയി കിടക്കാം. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ കൗച്ചിൽ പോയി കിടക്കുന്നു. തേയ അങ്ങനെ മയങ്ങുന്നു. രാത്രി ദാഹം കൊണ്ട് എണ്ണീറ്റ് ജങ്കുക്ക് കൗച്ചിലേക്ക് നോക്കിയപ്പോൾ തേയ കടക്കുന്നത് കണ്ടു. തേയെ കണ്ടുകൊണ്ട് ജങ്കുക്ക് തേയുടെ അടുത്തേക്ക് പോകുന്നു. ജങ്കുക്ക് പോലും അറിയാതെ ജങ്കുക്ക് തേയുടെ ഉറക്കത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അവൻ അവനെ തന്നെ മറന്നു പോയിരുന്നു. तारे भी देख के लुक छुप जाने आँखियाँ तेरी
നോക്കിയിരുന്ന സമയത്തായിരുന്നു തയ എന്തോ പിറുപിറുക്കുന്നത് ജങ്കുക്ക് ശ്രദ്ധിക്കുന്നു. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ, അപ്പ എനിക്ക് പേടിയാ, എന്നെ ചെയ്യല്ലേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ജങ്കുക്കിന് ഒന്നും മനസ്സിലാവാതെ ജങ്കുക്ക് തേയെ നോക്കി നിന്നു. എന്നിട്ട് പതിയെ ജങ്കുക്ക് അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ? അപ്പോൾ തേയുടെ മറുപടി കേട്ട് ജങ്കുക്ക് അമ്പരക്കുന്നു. എനിക്ക് ആരെയില്ല, എനിക്ക് എല്ലാരെയും പേടിയാ, എല്ലാരെയും. എനിക്ക് ഇടിയും മിന്നലും പേടിയാ, അപ്പാനെയും പേടിയാ, ഇപ്പോൾ എന്റെ ജങ്കുക്കിനെയും പേടിയാ. അവളുടെ ക്യൂട്ട്നെസ് കണ്ട് ജങ്കുക്ക് അറിയാതെ ചിരിക്കുന്നു. എന്തിനാ ജങ്കുക്കിനെ പേടിക്കുന്നേ? ജങ്കുക്കും പാവല്ലേ? അല്ല, ജങ്കുക്ക് പാവമല്ല, ജങ്കുക്ക് ഭയങ്കര റൂഡാ. ജങ്കുക്ക് കൊള്ളത്തില്ല. ജങ്കുക്കിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ജങ്കുക്ക് ഇന്ന് എത്രയോ മാസത്തെ ഫയൽ എടുത്തു വന്നു. അതാണെങ്കിൽ ബുർജ് ഖലീഫയെക്കാട്ട് വലുതായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് 4 മണിക്ക് മുമ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് കോപ്പി ഓടിക്കാൻ പോയപ്പോ എന്റെ എക്സ് ജാക്സൺ വന്നപ്പോ ഞാൻ എന്താ ചെയ്തപോലെ എന്നെ എന്തൊക്കെയോ ചെയ്തു. എനിക്ക് എന്ത് സങ്കടമായെന്നറിയാ. അത് ചെലപ്പോ ജങ്കുക്കിന് സ്നേഹം കൊണ്ട് ചെയ്തതാണെങ്കിലോ? ജങ്കുക്കിനെ ഇഷ്ടമല്ല. എന്റെയും ജങ്കുക്കിന്റെയും മാരേജ് ഒരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. ജങ്കുക്കിനെ ഇഷ്ടമല്ല. അപ്പോ തേക്ക് ജങ്കുക്കിന് ഇഷ്ടമാണോ? അതെനിക്ക് അറിയത്തില്ല. അതെന്താ അറിയാത്തെ? എനിക്ക് അറിയാത്തോണ്ട്. തേക്ക് ചെലപ്പോ ജങ്കുക്കിന് ഇഷ്ടമാണെങ്കിലോ? ആണെങ്കിലും വെറുതെയാ. ഞങ്ങൾ രണ്ടുപേരും 6 അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ആവും. ഞങ്ങളുടെ കോൺട്രാക്ട് അപ്പൊ തീരും. എന്തോ പ്രോഫിറ്റിന് വേണ്ടിയാ എന്നെയും ജങ്കുക്കിനെയും കല്യാണം കഴിപ്പിച്ച. അപ്പോ ഈ കോൺട്രാക്ട് തീരുമ്പോ തേ കരയോ? കരയൊന്നുമില്ലായിരിക്കും. പിന്നെന്ത് ചെയ്യും? ഞാൻ മിസ് ചെയ്യും. അതെന്തിനു മിസ് ചെയ്യുന്നേ? തേ അല്ലേ പറഞ്ഞേ തേക്ക് ഇഷ്ടമല്ലെന്ന് ജങ്കുക്കിന്? ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അറിയൂല എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഓ അപ്പൊ ഇഷ്ടമാണല്ലേ? അങ്ങനെയല്ല. എനിക്ക് ജങ്കുക്ക് എന്റെ അടുത്ത് വരുമ്പോ എന്റെ കുഞ്ഞു മനസ്സില്ലേ, അത് ഭയങ്കരമായിട്ടിരിക്കും. എനിക്കത് പേടിയാ ജങ്കുക്ക് എന്റെ അടുത്ത് വരുമ്പോ. ഇന്നുണ്ടല്ലോ ജങ്കുക്ക് എന്നെ കിസ് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് തേക്ക് ഇഷ്ടായിരുന്നോ? എന്റെ ലൈഫില് എന്നെ ആദ്യമായിട്ട് ഒരാൾ സ്നേഹിക്കുന്നു എന്ന് തോന്നി എനിക്ക്. അപ്പൊ എനിക്ക് ജങ്കുക്കിനെ തള്ളാനോ ഒന്നും തോന്നിയില്ല. ജങ്കുക്ക് എന്ത് വിചാരിച്ച് കാണും? ജങ്കുക്ക് ഒന്നും വിചാരിച്ചു കാണത്തില്ല. അത് പോട്ടെ, അപ്പോ തേ പറഞ്ഞില്ലേ തേക്ക് എന്തോ ഒരു സ്നേഹം കിട്ടിയതുപോലെ അങ്ങാണ്ടെന്ന്. അപ്പൊ തേയുടെ അപ്പ തേ സ്നേഹിച്ചിട്ടില്ലേ? അപ്പാക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അപ്പ എപ്പോഴും എന്നെ തല്ലും വരക്കും അറിയും. അപ്പാടെ എന്തോ സ്റ്റെപ്പോട്ടൊന്നും കൊണ്ടൊന്നും പറഞ്ഞ് എന്നെ എപ്പോഴും വരക്കും അറിയും. അപ്പൊ അതിന് തീരെ ഇഷ്ടമല്ല. അപ്പ എന്റെ അമ്മേനെ പൈസക്ക് വേണ്ടി സ്നേഹിച്ചെന്ന് എപ്പോഴും പറയും. എന്നിട്ട് ഇടയ്ക്ക് എന്നെ തല്ലിക്കൊണ്ട് പറയും അപ്പയാണ് എന്റെ അമ്മയെ കൊന്നതെന്ന്. എനിക്കത് കേൾക്കുമ്പോ ഭയങ്കര സങ്കടം വരും. ഏയ് കരയല്ലേ, പോട്ടെ. അപ്പൊ
ഈ കല്യാണം അപ്പക്ക് പൈസ കിട്ടാൻ വേണ്ടി അപ്പ കല്യാണം നടത്തിയ. എല്ലാം പോട്ടെ, സാരമില്ല. ജങ്കുക്കിന് എപ്പോഴെങ്കിലും തേ ഇഷ്ടായാലോ? ഒരിക്കലും ഇഷ്ടമില്ല. ജങ്കുക്കിന് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടായിരിക്കും, എന്നെ ഒരിക്കലും ഇഷ്ടാവില്ല. എന്നാൽ ജങ്കുക്കിന് വേറൊരു ഗേൾഫ്രണ്ട് ഇല്ലെങ്കിലോ? തേയാ, ഞാനേ ആരോടും പറയില്ല, എന്നോട് പറ. തേക്ക് ജങ്കുക്കിനോട് ഫീലിങ്സ് ഉണ്ടോ ഫീലിങ്സ് എന്ന് പറയുമ്പോ എന്താ? എന്ന് പറയുമ്പോ ജങ്കുക്ക് അടുത്ത് വരുമ്പോ ജങ്കുക്കിനെ ഹഗ് ചെയ്യാനോ, അല്ലെങ്കിൽ ജങ്കുക്ക് അടുത്ത് വരുമ്പോ എന്തോ എന്തെങ്കിലും പോലെ തോന്നോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ജങ്കുക്കിന്റെ ആ ചുണ്ടിന്റെ അടിയിലുള്ള മോളില്ലേ, അത് കാണുമ്പോ എനിക്ക് ജങ്കുക്കിനെ കെട്ടിപ്പിടിച്ചൊരു കിസ് കൊടുക്കാൻ തോന്നും. ആഹാ, കൊള്ളാലോ നീ ആള്. അപ്പൊ നീ ഇന്നസെന്റ് അല്ലല്ലേ? ഈ ഇന്നസെന്റ് ഫേസിന്റെ പുറകിലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടല്ലേ? അപ്പോ ജങ്കുക്കിന്റെ മോൾ എന്നെ എപ്പോഴും അട്രാക്ട് ചെയ്യും. ഇപ്പോ ജങ്കുക്കിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അപ്പൊ കിസ് ചെയ്യുവോ? എനിക്ക് പേടിയാ, ഞാൻ കിസ് ചെയ്യില്ല. പക്ഷേ ഇന്ന് ജങ്കുക്കിനെ കിസ് ചെയ്തപ്പോ അത് ഞാൻ ടേസ്റ്റ് ചെയ്തല്ലോ. ആഹാ, നീ ആ കൊള്ളാലോ. അതൊക്കെ പറ, ജങ്കുക്ക് കേക്കും.